എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടൊരു പുഡിംഗ് ആയിട്ടാണ്. സ്റ്റിക്കി ടോഫി പുഡിംഗ്. അതായത് നമ്മുടെ ഡേറ്റ്സ് വെച്ചിട്ടുള്ളൊരു പുഡിംഗ് ആണ്. അവനൊന്നും ഇല്ലാതെ നമ്മൾ ആവിയിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക, ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ കടായിൽ വെച്ചിട്ട് തയ്യാറാക്കുന്ന ഗ്രിൽഡ് ചിക്കൻ, ഫുൾ കോഴി വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കാണാൻ മറക്കില്ല എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ വീനാസ് കറിവേളിന്റെ വാട്സ്ആപ്പ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോസിൽ. അതായത് ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻസ് വരുന്നില്ല എന്ന് കംപ്ലൈന്റ് പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് ചാനൽ തുടങ്ങിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് അപ്ഡേറ്റ്സ് ഇട്ട് കഴിഞ്ഞാലും അപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് മിസ്സാവില്ല. അപ്പൊ നിങ്ങൾ ചാനലിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. അതിന് ലിങ്ക് ഞാൻ താഴെ തരാം. അപ്പോൾ ഒട്ടും താമസിച്ചില്ല, നമുക്ക് ഇങ്ങനെയാണ് രുചികരമായിട്ടുള്ള സ്റ്റിക്കി ടോഫി പുഡിംഗ് തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റിക്കി ടോഫി പുഡിംഗ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് എന്താണ്? ഈന്തപ്പഴം. ഇത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 150 ഗ്രാം ഈന്തപ്പഴമാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളത്തെ കുരുവെല്ലാം കളഞ്ഞിട്ടാണ് 150 ഗ്രാം വെയിറ്റ് കേട്ടോ. ഈ ഡേറ്റ്സിലോട്ട് 200 ml ചൂടുവെള്ളം, നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒരുപാട് പഴയതായി കഴിഞ്ഞാൽ നമ്മൾ കേക്കോ പുഡിംഗ് എന്തുണ്ടാക്കുമ്പോഴും ശരിയാവില്ല കേട്ടോ. അതെപ്പോഴും ശ്രദ്ധിക്കണേ. അപ്പോൾ ഇതും കൂടെ ചേർത്ത് നന്നായി അങ്ങ് മിക്സ് ചെയ്ത് വെക്കാം. ഇത് കുറച്ച് നേരം അവിടെ നിന്ന് നമുക്ക് മാറ്റി വെക്കാം. ഇതൊന്ന് സോഫ്റ്റ് ആവട്ടെ കേട്ടോ. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് അങ്ങ് മിക്സിയിൽ അരച്ചെടുക്കണം. അപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞിട്ടുണ്ട്, ഇതിന്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കണേ. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇത് ഫൈനായിട്ട് അരച്ചിട്ട് കൊണ്ടുവരാം. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ഈന്തപ്പഴം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാനിവിടെ ഒരു മുട്ട, റൂം ടെമ്പറേച്ചറിലുള്ള തണുപ്പില്ലാത്ത മുട്ട ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് മുട്ട വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാട്ടോ. പക്ഷെ വേറെ ഒന്നും ചേർക്കേണ്ടതായിട്ടില്ല. അതായത് തൈരൊന്നും ചേർക്കണ്ട. എന്നിട്ട് ഭയങ്കര തിക്നെസ് തോന്നുകയാണെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചാൽ മതി, അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യണ്ട കേട്ടോ. പിന്നെ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 5 ടേബിൾ സ്പൂൺ ഉരുക്കിയ ബട്ടർ, അതല്ലെങ്കിൽ 5 ടേബിൾ സ്പൂൺ ഓയിൽ, ചൂടില്ലാത്തതാണത്. അതുപോലെ തന്നെ ബ്രൗൺ ഷുഗർ 75 ഗ്രാം. നിങ്ങളുടെ അടുത്ത് ബ്രൗൺ ഷുഗർ ഇല്ലെങ്കിൽ സാധാരണ ഷുഗർ ചേർത്താലും മതിയാകും. മാത്രമല്ല മധുരം അനുസരിച്ച് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഡേറ്റ്സിന്റെ മധുരം, പഞ്ചസാരയുടെ മധുരം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മധുരം അനുസരിച്ചൊക്കെ ഇതിൽ മാറ്റങ്ങൾ വരും. ഇപ്പൊ ഞാനിതൊരു മീഡിയം മധുരമുള്ള ഒരു കേക്കാണ്, ഒരു പുഡിംഗാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ 5 ടേബിൾ സ്പൂൺ ഷുഗറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്, ബ്രൗൺ ഷുഗർ. അത് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രൗൺ ഷുഗർ ചേർക്കുന്നത് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ അടുത്ത് ബ്രൗൺ ഷുഗർ ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ ഷുഗർ ചേർക്കുക. അത് കൂടാതെ കുറച്ചുകൂടെ കളർ ചേർക്കണം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാരമലൈസ്ഡ് ഷുഗർ കുറച്ച് ഉണ്ടാക്കിയിട്ട് ചേർത്ത് കൊടുത്താലും മതിയാകും. അപ്പോൾ ഇതും കൂടെ ചേർത്ത് നല്ല ഫൈനായിട്ട് നമുക്ക് ഇതങ്ങ് അരച്ചിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച എല്ലാ ഐറ്റംസും ഇതിൽ ചേർത്ത് അരച്ചിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 8 ടേബിൾ സ്പൂൺ മൈദയാണ്. നിങ്ങൾക്ക് മൈദയ്ക്ക് പകരം ആട്ട വെച്ചിട്ടും ചെയ്യാം കേട്ടോ ഈ റെസിപ്പി. അപ്പോൾ 8 ടേബിൾ സ്പൂൺ മൈദയിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും സ്വീറ്റ് ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ എന്താ ചേർക്കാറുള്ളത്? ഉപ്പ് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കോഫി പൗഡർ ആണ് കേട്ടോ. കോഫി പൗഡർ താല്പര്യമില്ലെങ്കിൽ അതിന് പകരമായിട്ട് വാനില എസൻസ് ചേർത്താൽ മതി. നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയപ്പോഴും ഞാൻ കോഫി പൗഡർ ആണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. ഒരുപാടൊന്നും വേണ്ട, 1/2 ടീസ്പൂൺ കോഫി പൗഡർ, അതല്ലെങ്കിൽ 1 ടീസ്പൂൺ വാനില എസൻസ് കേട്ടോ. വാനില എസൻസ് ചേർക്കുകയാണെങ്കിൽ ഈ വെറ്റ് ഇൻഗ്രീഡിയൻസിലോട്ട് ചേർത്താൽ മതി. അപ്പൊ ഞാനിവിടെ കോഫി പൗഡർ ആണ് ചേർത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. കോഫി പൗഡർ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ കൂട്ടിലെ അതിലോട്ട് ഈ മൈദയും കൂടെ ചേർത്ത് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കാം. ഞാൻ എളുപ്പത്തിന് വേണ്ടി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിക്സിയുടെ ജാറിലോട്ട് തന്നെയാണ് ഈ കൂട്ട് ചേർക്കുന്നത്. അതിനുശേഷം ഒന്ന് വേണമെങ്കിൽ വിപ്പ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ടേബിൾ സ്പൂൺ വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതിയാകും. മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരേ ഡയറക്ഷനിൽ. അപ്പൊ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഒരുപാട് തിക്കാവാനും പാടില്ല, അതേസമയം ഒരുപാട് തിന്നാവാനും പാടില്ല. ഞാൻ പറഞ്ഞ പോലെ നേരത്തെ മുട്ട ചേർക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഇത്രയും കൺസിസ്റ്റൻസി വന്നിട്ടില്ലെങ്കിൽ, തിക്കാണെന്നുണ്ടെങ്കിൽ ഒരല്പം തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും കേട്ടോ. അപ്പോഴും ഈ തിക്നെസ് ആവാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു വലിയ പുഡിംഗ് ഉണ്ടാക്കി എടുക്കാം, അതല്ലെങ്കിൽ ചെറിയ ചെറിയ മോൾഡിലോട്ട് മാറ്റിയതിന് ശേഷം പുഡിംഗ് ഉണ്ടാക്കാം. ഞാനിവിടെ ഈ ഒരു ചെറിയ ടൈപ്പ് മോൾഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ കുൽഫി ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിച്ച മോൾഡാണ് കേട്ടോ. ഇതിലോട്ട് ഞാൻ കുറച്ച് ബട്ടർ തടവി കൊടുത്തതിന് ശേഷം കുറച്ച് മൈദ ഇട്ടിട്ട് ഒന്ന് തട്ടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് എല്ലാം ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റീൽ ഗ്ലാസ് ഉണ്ടല്ലോ, സ്റ്റീൽ ഗ്ലാസ്സിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളുടെ കയ്യിലുള്ള ഇൻഡിവിജ്വൽ പോർഷൻസ് എന്താണോ ചെറുതുള്ളത് അതിൽ ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലുള്ള ബൗളിൽ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ വലിയ പുഡിംഗ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയിട്ട് മുറിച്ച് ഉപയോഗിക്കാം. എങ്ങനെയാണെങ്കിലും ഇപ്പൊ കേക്ക് ഉണ്ടാക്കുന്ന പോലെ സ്ക്വയർ ആയിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ. എങ്ങനെയാണെങ്കിലും പ്രശ്നമില്ല. അപ്പൊ ഞാൻ ഇൻഡിവിജ്വൽ ആയിട്ടാണ് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത്.
അപ്പോൾ നമ്മൾ എന്താണെങ്കിലും ഇതിന് മുമ്പ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ സ്റ്റീമറിൽ സ്റ്റീം ചെയ്തിട്ടാണ് ഈ പുഡിംഗ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സ്റ്റീമർ നമുക്ക് ഓൺ ചെയ്തിട്ട് സ്റ്റീം വരുന്നവരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യമേ തന്നെ ഇത് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ജോലി എളുപ്പമായിരിക്കും. പിന്നെ നമ്മൾ ഈ മോൾഡിൽ ഇത് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മുഴുവനും ഒഴിക്കാൻ പാടില്ല, ഒരു 1/4 ഭാഗം മാത്രം ഫിൽ ചെയ്യാൻ പാടുള്ളൂ. കാരണം ഇത് പൊന്തി വരുന്നതാണ് കേട്ടോ. ഇത് കുക്കാവുന്ന സമയത്ത് മുകളിലോട്ട് അങ്ങ് പൊന്തി വരും. അപ്പോൾ നമ്മൾ ഇതിലേക്ക് 1/4 ഭാഗത്തേക്ക് മാത്രം ഇട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമുക്ക് സെർവ് ചെയ്യുമ്പോൾ എളുപ്പമായിരിക്കും. വലുതായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ അത് മുറിക്കാൻ നിൽക്കണം. ഇപ്പൊ ഞാൻ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതുപോലെ എല്ലാത്തിലോട്ടും ഇടട്ടെ. ഞാനിവിടെ എല്ലാ മോളിലോട്ടും മാറ്റിയിട്ടുണ്ട്. 6 പോർഷനാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഇത് മാത്രം ഞാനൊരു വലിയ മോളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ഇതങ്ങ് ഒരു അലുമിനിയം ഫോയിൽ വെച്ചങ്ങ് കവർ ചെയ്ത് കൊടുക്കാം. അപ്പൊ നിങ്ങളുടെ അടുത്ത് ഇതേപോലത്തെ സ്റ്റീമർ ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് അതിന്റെ മുകളിൽ എന്തെങ്കിലും വെയിറ്റ് ഉള്ള സ്റ്റീൽ പ്ലേറ്റോ എന്തെങ്കിലും വെച്ചതിന് ശേഷം അതിന് മുകളിൽ നമുക്ക് ഇതേപോലെ തന്നെ വെക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ എൻ്റെ കയ്യിൽ സ്റ്റീമർ ഉള്ള കാരണമാണ് ഞാനിപ്പോൾ സ്റ്റീമർ എടുത്തിരിക്കുന്നത്. ഇതുപോലെ അലുമിനിയം ഫോയിൽ എടുക്കുക. അതിനുശേഷം സീൽ ചെയ്യുക. ഇതുപോലെ എല്ലാം നമുക്കങ്ങ് ചെയ്യാം കേട്ടോ. ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണേ. അപ്പൊ സ്റ്റീം വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിനെ ലോ ടു മീഡിയം ടെമ്പറേച്ചറിലോട്ട് മാറ്റണം കേട്ടോ. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഇത് കുക്ക് ചെയ്യാൻ പാടില്ല. പിന്നെ ഒരു 40 മിനിറ്റാണ് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ എടുത്ത സമയം. അത് ഓരോ ഇതനുസരിച്ച് മാറ്റം വരും. ഒരു 35 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങളൊന്ന് എടുത്ത് നോക്കുക. എന്നിട്ട് ക്ലിയർ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം കുക്ക് ആയിട്ടുണ്ടെന്നാണ്. നമുക്ക് ഇതിലോട്ട് അങ്ങ് വെച്ചു കൊടുക്കാം. നമുക്ക് അടയ്ക്കാം. ഞാൻ ഒരു 40 മിനിറ്റിന് ശേഷം നോക്കാം. ഒരെണ്ണം കൂടെ ബാക്കിയുണ്ട്. അത് ഞാൻ വേറൊരു കുഞ്ഞു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് അതും സ്റ്റീം ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. 20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം വെള്ളം ചെക്ക് ചെയ്യാൻ മറക്കരുത്. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം, പച്ചവെള്ളം ഒഴിക്കരുത്. കാരണം പിന്നെ പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കൂടുതൽ സമയം എടുക്കും, അത് വീണ്ടും അത് തിളച്ച് വരാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു 40 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം. ഓക്കെ, 40 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഓഫ് ചെയ്തിടാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ടോഫി സോസ് തയ്യാറാക്കാൻ തുടങ്ങാം. ഒരു സോസ് പാൻ അടുപ്പത്ത് വെക്കുക. അതിലോട്ട് നമുക്ക് ഒരു 100 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കാം. അതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് മെൽറ്റായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ബ്രൗൺ ഷുഗർ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ അടുത്ത് ബ്രൗൺ ഷുഗർ ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് നിങ്ങളുടെ സാധാരണ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതിയാകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കാരമലൈസ്ഡ് ഷുഗർ ചേർത്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോഴാണ് കളർ കിട്ടുക കേട്ടോ. ടോഫി സോസിന്റെ കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണം. ഓക്കെ, അപ്പോൾ ബട്ടർ മെൽറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് 5 ടേബിൾ സ്പൂൺ ബ്രൗൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. സോസിന്റെ മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തണം. ഇതൊരു മീഡിയം മധുരമുള്ള സോസാണ്. ഞാൻ ആദ്യം ഈ സോസ് ഉണ്ടാക്കി നോക്കിയപ്പോൾ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ മധുരമായിട്ട് കഴിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ മധുരത്തിന്റെ അളവ് കുറച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് നോക്കിക്കോളൂ. അപ്പോൾ ഇത് ഈ ബട്ടറും ഈ ഷുഗറും നന്നായിട്ടങ്ങ് യോജിച്ച് മെൽറ്റ് ആവട്ടെ. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് ഞാനിവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് വിപ്പിംഗ് ക്രീമാണ്. ഇത് പെട്ടെന്ന് റെഡിയാവുന്ന സോസാണ്. ഇതിലോട്ട് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം. അവസാനം ഒരു ഇച്ചിരി നാരങ്ങ നീര്, അത് ഓപ്ഷണലാണ്. ഓക്കെ, ഇത് നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇതിലോട്ട് വിപ്പിംഗ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. മിക്സ് ചെയ്യാം. ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. ഞാൻ പറഞ്ഞ പോലെ ഇരിക്കുന്നത് ഓരോതങ്ങ് തിക്കായിട്ട് മാറും. ഓവർ തിക്കായാലും നന്നായിട്ടുണ്ടാവില്ല. അതേസമയം ഒട്ടും തന്നെ തിക്നെസ് ഇല്ലെങ്കിലും കൊള്ളൂല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പോൾ നന്നായി തിളച്ച് 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കങ്ങ് ഓഫ് ചെയ്ത് മാറ്റി വെക്കുക. അതിന് മുമ്പായിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കട്ടെ. ഞാൻ ഇതിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാനില എസൻസ് ചേർക്കാം, പക്ഷെ ഞാൻ ചേർക്കുന്നില്ല. പിന്നെ ഒരു നുള്ളു ഉപ്പ് ചേർത്താലൊന്നും ഇത് പിരിഞ്ഞു പോവില്ല കേട്ടോ. അത് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്. അങ്ങനെ സംഭവിക്കില്ല. ഒരു നുള്ളാണ് നമ്മൾ ചേർക്കുന്നത്. ആ മധുരത്തിന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. അപ്പൊ നമ്മുടെ ടോഫി സോസ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരല്പം മാത്രം ലെമൺ ജ്യൂസ് പിഴിയുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ അത് ഓപ്ഷനിലാണ് കേട്ടോ. ക്രിസ്റ്റലൈസ് ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ പിരിയൊന്നുമില്ല. ലെമൺ ജ്യൂസ് ഒഴിച്ച് കഴിഞ്ഞാലും ഒരു നല്ലൊരു ടേസ്റ്റും കിട്ടും. പിന്നെ നിങ്ങൾ രുചി നോക്കിയിട്ട് മധുരം നോക്കണേ. അപ്പൊ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം, ചൂടാറാൻ വേണ്ടി അനുവദിക്കാം. അപ്പൊ നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. 40 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഓഫ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം മൊത്തം 50 മിനിറ്റിന് ശേഷമാണ് നമ്മളിത് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നോക്കാം. ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ ഒരു ഉറപ്പിലാണ് ഞാൻ തുറന്ന് നോക്കാതിരുന്നത്. എന്തായാലും കുക്കായിട്ടുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. എല്ലാം പുറത്തെടുക്കട്ടെ കേട്ടോ. കൈ സൂക്ഷിക്കണേ. 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വെള്ളം കുറച്ചും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, ചൂടുവെള്ളം. ഓക്കെ, നമുക്ക് ഒരെണ്ണം തുറന്ന് നോക്കാം. ആഹാ, പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു സ്ക്യൂർ എടുക്കുക, അല്ലെങ്കിൽ ഒരു ഫോർക്ക് എന്തെങ്കിലും എടുത്തിട്ട് നമുക്ക് തോന്നുന്നു ഉള്ളിലോട്ട് അങ്ങ് ഇൻസേർട്ട് ചെയ്ത് നോക്കാം. ക്ലിയർ ആയി വന്നിട്ടുണ്ട്. അതിന്റെ മീനിങ് എന്താ? നന്നായിട്ട് കുക്ക് ആയിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഇത് നമുക്ക് ചൂടോടുകൂടി വേണമെങ്കിൽ സെർവ് ചെയ്യാം, തണുപ്പിച്ച് സെർവ് ചെയ്യാം. അപ്പോൾ ഇച്ചിരി കഴിഞ്ഞിട്ട് നമുക്ക് ഈ സൈഡിൽ നിന്ന് ഒന്ന് വിടിയിച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അൺമോൾഡ് ചെയ്യാം. കമത്തി ഒരു നിങ്ങൾ സെർവ് ചെയ്യുന്ന പ്ലേറ്റിലോട്ട് ഇട്ടതിന് ശേഷം നമുക്ക്
അതിൻ്റെ മുകളിൽ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ടോഫി സോസും പിന്നെ വേണമെങ്കിൽ ഐസ്ക്രീമും കൂടെ ചേർത്ത് സെർവ് ചെയ്യാം. നിങ്ങൾ പലരും പല രീതിയിലാണ് സെർവ് ചെയ്യാറുള്ളത്. അതായത് ചിലവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മുഴുവൻ ഹോൾസ് ഇടും. കുറച്ച് ഹോൾസ് ഇട്ടതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന സോസ് ഒഴിച്ച് ഒരു 5 മിനിറ്റിനോളം വെക്കും. അപ്പോൾ ആ സോസ് മുഴുവൻ ഇതിലോട്ട് അബ്സോർബ് ചെയ്തതിന് ശേഷമാണ് പിന്നെയും സോസ് ഒഴിച്ച് സെർവ് ചെയ്യും. പക്ഷെ ഞാനത് അങ്ങനെ ചെയ്യുന്നില്ല, കാരണം ഓവർ മധുരമായിട്ട് മാറും. അപ്പോൾ ഒരല്പം സോസ് ഇതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ചിട്ടാണ് ഞാൻ സെർവ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പുഡിങ് അൺമോൾഡ് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഏറ്റവും നല്ലത് സ്റ്റീം ചെയ്യുന്നതാണ്. അതേസമയം കേക്ക് പോലെ ഉണ്ടാക്കിയെടുക്കാം. കേക്ക് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 20 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ ഒരുമിച്ച് ഒറ്റ കേക്കായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അതിനുശേഷം ഇതേപോലെ തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പുഡിങ് അൺമോൾഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരല്പം ടോഫി സോസ് ഒഴിച്ചു കൊടുക്കാം. ഓവർ മധുരമായി കഴിഞ്ഞാലും കൊള്ളൂല. ഇത് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ അവനിൽ കാണിക്കാണ്ട് സ്റ്റീം ചെയ്ത് തന്നെ കാണിച്ചു തന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കുക. ഞാൻ ഇതിൻ്റെ കൂടെ ഇവിടെ മുകളിൽ വെക്കുന്നില്ല, സൈഡിൽ കുറച്ച് ചെറിയ സ്പൂൺ ഐസ്ക്രീമും കൂടെ വെക്കാം. അപ്പം നമ്മുടെ അടിപൊളി ഈസി ആയിട്ടുള്ള സ്റ്റിക്കി ടോഫി പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ചിക്കൻ റോസ്റ്റ്, അതും കടായിൽ വെച്ചിട്ടുള്ള ചിക്കൻ റോസ്റ്റ് വീഡിയോ കാണാൻ മറക്കില്ല എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്മസ് വിഭവങ്ങളുടെ പ്ലേലിസ്റ്റ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ തരാം. അതൊന്ന് നോക്കിയിട്ട് നേരത്തെ തന്നെ ഇതൊക്കെ ഉണ്ടാക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ ക്രിസ്മസ് അടിപൊളിയായിരിക്കും. അപ്പോൾ നമുക്കിതിൻ്റെ രുചി നോക്കിയാലോ. അരെ വാ, ഓക്കെ. തൊട്ട് കഴിഞ്ഞിങ്ങനെ സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന പുഡിംഗ് ആണേ. സൂപ്പർ സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ സോഫ്റ്റ്. കഴിച്ചു നോക്കാം. പെർഫെക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ വേറെ ടിപ്പും കൂടെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഉണ്ടാക്കിയ സോസിന് ഇപ്പം മധുരം കൂടിയെന്ന് വിചാരിക്കാം, കൂടാൻ വഴിയില്ല എന്നാലും. അപ്പോൾ കൂടിയെന്ന് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യണം, അതിൻ്റെ കൂട്ടത്തിൽ കൂടെ കുറച്ചും കൂടെ നമ്മൾ ഉപയോഗിച്ചിരുന്ന ക്രീമില്ലേ, അതായത് വിപ്പിംഗ് ക്രീം. ഞാൻ വിപ്പിംഗ് ക്രീമാണ് ഉപയോഗിക്കുന്നത്. ആ വിപ്പിംഗ് ക്രീമും കൂടെ മിക്സ് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ ഓവറായിട്ടുള്ള മധുരം കുറയുകയും ചെയ്യും, കറക്റ്റ് തിക്നെസ്സിൽ തന്നെ ഇരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പം അതാണ് അടുത്തൊരു ടിപ്പ് പറയാനുള്ളത്. അപ്പം അടിപൊളി വന്നിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കണേ. അപ്പം അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.